ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഒരു ഗ്രൗണ്ട് ഓർക്കിഡ് കെയറിങ് ടിപ്സ് ഷെയർ ചെയ്യുന്ന വീഡിയോ ആണ്. കുറച്ച് നാടൻ വെറൈറ്റിയും ഹൈബ്രിഡായിട്ടുള്ള കുറച്ച് വെറൈറ്റീസും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത്. ഇപ്പോഴേ പൂക്കുന്ന മഴയൊക്കെ ഒന്ന് മാറി നിൽക്കുമ്പോൾ പൂക്കാൻ തുടങ്ങുന്ന ഒരു ടൈമാണ് ഗ്രൗണ്ട് ഓർക്കിഡ്. ആഗസ്റ്റ് മുതൽ നവംബർ വരെ ഇനിയിപ്പം ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ ഒരു ഫ്ലവറിങ് ടൈം തന്നെയാണ്. കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നന്നായിട്ട് ഫ്ലവർ ചെയ്ത് കിട്ടും, പ്ലാന്റ്സ് നശിച്ചു പോകാതെ ഇരിക്കും. ഈ പ്ലാന്റ് മഴയത്ത് വെച്ചെന്ന് വിചാരിച്ച് ഫ്ലവർ തരാതൊന്നും ഇരിക്കത്തില്ല. ഷെയ്ഡിൽ തന്നെ വെക്കണമെന്നൊന്നുമില്ല. ഒരു രാവിലത്തേത് മാത്രമല്ല, ഒരു 11-11:30 ഉച്ച വരെയൊക്കെയുള്ള വെയിൽ കിട്ടുന്നത് നല്ലതായിരിക്കും ഈ പ്ലാന്റിന്. അമിതമായിട്ടുള്ള വെയിലാണെങ്കിൽ ഇലയൊക്കെ കരിഞ്ഞു പോകാനും മഞ്ഞളിപ്പുണ്ടാകാനും ഉള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഷെയ്ഡിൽ തന്നെ വെക്കണമെന്ന് ഇല്ല ഈ പ്ലാന്റ്. പോട്ടിംഗ് മിക്സിൻ്റെ കാര്യത്തിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നീർവാർച്ചയുള്ള പോട്ടിംഗ് മിക്സ് ആയിരിക്കണം. നല്ല വേരോട്ടം കിട്ടുന്ന രീതിയിലുള്ള വായുസഞ്ചാരമുള്ള പോട്ടിംഗ് മിക്സ് ആയിരിക്കണം നൽകുന്നത്. കളിമണ്ണ് പോലുള്ള മണ്ണൊന്നും ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ പോട്ടിംഗ് മിക്സിൽ ഉൾപ്പെടുത്താതിരിക്കുന്നതാണ് നല്ലത്. നമ്മൾ പോട്ടിംഗ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ചകിരി അല്ലെങ്കിൽ തൊണ്ട് ഒക്കെ ആ പോട്ടിനകത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. സ്വല്പം കരിക്കട്ടയൊക്കെ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. ഓർഗാനിക്കായിട്ടുള്ള വളങ്ങൾ നമ്മൾ മഴക്കാലത്ത് കുറച്ച് കൊടുക്കുന്നതാണ് നല്ലത്. പിന്നെ അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, തിങ്ങി നിറഞ്ഞ് നിൽക്കുകയാണെങ്കിൽ ഫ്ലവറിങ് കുറയാനുള്ള സാധ്യതയുണ്ട്. ഒരു ചട്ടിക്കകത്ത് തന്നെ അതിൻ്റെ ബൾബെല്ലാം നിറഞ്ഞ് വന്നു കഴിഞ്ഞ് നമ്മൾ റീപോർട്ട് ചെയ്യേണ്ട സമയമായി കഴിഞ്ഞാൽ, റീപോർട്ട് ചെയ്തില്ലെങ്കിൽ പ്ലാന്റ്സിൽ നമുക്ക് പുതിയ ഫ്ലവറൊന്നും കിട്ടാനുള്ള സാധ്യത കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ റീപോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടികളായിരിക്കും വരുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നത്, ഗ്രൗണ്ട് ഓർക്കിഡ് നമ്മൾ നടുമ്പോൾ ഒരു പോട്ടിൽ തന്നെ 2-3 തൈകൾ അടുപ്പിച്ച് നടാതിരിക്കുന്നതാണ് നല്ലത്. നടുന്ന സമയത്ത് ഇതിൻ്റെ ബൾബ് ഡീപ്പായിട്ട് നടാതെ, മണ്ണ് മൂടുന്ന രീതിയിൽ നടാതെ തന്നെ സ്വല്പം പൊക്കി വെക്കുന്ന രീതിയിൽ നടുന്നതാണ് എപ്പോഴും നല്ലത്. ഇതിൻ്റെ ബൾബ് സ്വല്പം പൊങ്ങിയിരുന്നില്ലെങ്കിൽ ഫ്ലവർ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. അതുപോലെ നമ്മൾ ഇത് തിങ്ങി നിൽക്കുകയാണ്, റീപോർട്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിൽ ഫ്ലവറൊന്നും വരുന്നില്ല. ഇനിയിപ്പോൾ ഇത് റീപോർട്ട് ചെയ്താൽ മാത്രമേ ഫ്ലവർ വരുമെന്ന് തോന്നുന്നുള്ളൂ. കാരണം അതിനകത്ത് ഒത്തിരി തൈകൾ നിൽപ്പുണ്ട്. ഇതൊക്കെ റെഡ് വെറൈറ്റിയുടെ മുട്ടുകൾ വന്ന് നിൽക്കുകയാണ്. അതിൻ്റെ ചൂട്ടിൽ ആകെ 2 തൈകളേ ഉള്ളൂ. ഞാൻ പിന്നെ ഈ മുട്ടത്തോട് പൊടിച്ച് ഇതിനകത്തൊക്കെ ഇടാറുണ്ട്. അത് ഇപ്പം മഴക്കാലമായാലും വേനലായാലും എല്ലാം നല്ലത് തന്നെയാണ്. പിന്നെ എല്ലുപൊടി ആയാലും ഗ്രീൻ കെയർ, NPK വളങ്ങൾ ഇതൊക്കെ കൊടുക്കാറുണ്ട്. വേനൽക്കാലത്ത് പിന്നെ നമ്മൾ ഉള്ളിത്തൊലി, പഴത്തൊലി ഇതൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ ചുവട്ടിലിട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. പക്ഷെ മഴക്കാലത്ത് അതൊന്നും കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇതിൻ്റെ ഒരു മെയിൻ അസുഖം എന്ന് പറയുന്നത് ഈ ബൾബ് ചീഞ്ഞു പോവുക, വേര് ചീഞ്ഞു പോവുക, ഇങ്ങനെയുള്ള പ്രശ്നമാണ്. അല്ലാതെ അതിന് വേറെ പ്രശ്നങ്ങളൊന്നും പെട്ടെന്ന് വരാറില്ല. ചെടി പിന്നെ അങ്ങ് നശിച്ചു പോവുകയും ചെയ്യും. ഇനിയിപ്പോൾ അങ്ങോട്ട് നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന സമയമാണ്. അതുകൊണ്ട് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, തിങ്ങി നിൽക്കുകയാണെങ്കിൽ ഇതൊക്കെ റീപോർട്ട് ചെയ്യാനുള്ള രീതിയിൽ നിൽക്കുന്ന പ്ലാന്റ്സ് ആണ്. ഗ്രൗണ്ട് ഓർക്കിഡ് ഉണ്ടാകുന്ന ഈ വേര് ചീയലും ബൾബ് ചെയ്യുന്നതിനും ഞാൻ ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത് സ്യൂഡോമോണസ് ആണ്. അത് കൊടുക്കുന്നതിന് മുമ്പ്, അതൊരു ചെറിയ ജീവാണുവാണ്. അത് കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ ചെടി ചെറുതായിട്ടൊന്ന് നനയ്ക്കണം. എന്നിട്ട് അതൊരു തരിതരിയായിട്ടുള്ള പൊടിയാണ്, അത് ചട്ടിയിലിട്ട് കൊടുക്കണം. ഇത് കൊടുക്കുന്നതിന് ഒരു 3-4 ദിവസത്തിന് മുമ്പേ കെമിക്കൽ വളങ്ങളൊന്നും കൊടുക്കരുത്. വൈകുന്നേരങ്ങളിലായിരിക്കണം സ്യൂഡോമോണസ് കൊടുക്കുന്നത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ ചെയ്യാൻ മറക്കല്ലേ.